സോ നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫുഡ് പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിസർവേഷനാണ്. പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫുഡ് കേടാവാതെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. പ്രിസർവേഷന് മെയിനായിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. നമ്മളോട് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 4 പോയിൻറ്റ്സ് എഴുതിയിട്ട് അതിനെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷനാണ്. ദെൻ ലോവറിങ് ടെമ്പറേച്ചർ, ഇൻക്രീസിങ് ടെമ്പറേച്ചർ, യൂസിങ് പ്രിസർവേറ്റീവ്സ്. ഇതാണ് 4 മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്താണെന്ന് നോക്കാം. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിലെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉണക്കി സൂക്ഷിക്കില്ലേ, നമ്മുടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഉണക്കി സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രൈഡ് ഫുഡ് ഐറ്റംസ് ആയ പൊട്ടാറ്റോ ചിപ്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നത്. ദി വേർഡ് ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവിങ് വാട്ടർ ഓർ മോയ്സ്ചർ ഫ്രം ഫുഡ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ റിമൂവിങ് വാട്ടർ എന്നാണ്. ഓക്കെ, ദ ഹോം മെത്തേഡ് ഓഫ് ഡീഹൈഡ്രേഷൻ ഇസ് സൺ ഡ്രൈയിങ്. നമ്മൾ സൺ ഡ്രൈയിങ് ആണ് ചെയ്യാറ്, ഹോം മെത്തേഡ്. Then some foods are dried as they are green leafy vegetables, cauliflower, grapes, amla, onion, raw mango, etc. ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ദെൻ സം ഫുഡ്സ് ആർ കുക്ക്ഡ് ആൻഡ് ദെൻ ഡ്രൈഡ്. നമ്മൾ കുക്ക് ചെയ്തിട്ട് ഡ്രൈ ചെയ്യും. അതാണ് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ്, അങ്ങനെ ബനാന ചിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കുക്ക് ചെയ്യും, ദെൻ ഡ്രൈ ചെയ്യും. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെദർ ടു ഡ്രൈ ഫുഡ് ഈസ് വെൻ ദ എയർ ഈസ് ഡ്രൈ ആൻഡ് ദർ ഇസ് സ്ട്രോങ് സൺഷൈൻ. നമ്മൾ നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഉണക്കാനിടുക, ഫുഡിനെ ഉണക്കാനിടുക. അതുപോലെ തന്നെ മോയ്സ്ചർ ഉള്ള വെതർ കണ്ടീഷനൊന്നും ആവരുത്. അങ്ങനെയുള്ള വെതർ കണ്ടീഷനിൽ നമ്മൾ ഉണക്കിക്കഴിഞ്ഞാൽ ഫുഡ് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ ഡീഹൈഡ്രേഷനിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീൻ ഓൾ ടിൻ, പ്ലേറ്റ്സ് എക്സെട്ര ടു ബി യൂസ്ഡ് ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ദ ഫുഡ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടിൻസോ ദെൻ പ്ലേറ്റ്സോ അതൊക്കെ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഡ്രൈ ഇൻ സൺ. സ്റ്റോറേജ് ടിൻസ് ഷുഡ് ഹാവ് എയർ ടൈറ്റ് ലിഡ്സ്. നമ്മൾ സൺലൈറ്റിലാണ് ഡ്രൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യും, നമ്മുടെ ടിന്നുകളിലൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ് എന്ന് പറയുന്നത് എയർ ടൈറ്റ് ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ സ്റ്റെപ്പ് 1 സൂക്ഷിക്കേണ്ടത്. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ദ വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട് ടു ബി ഡീഹൈഡ്രേറ്റഡ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾ ആണോ അല്ലെങ്കിൽ ഫ്രൂട്ടാണോ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് വാഷ് ചെയ്യണം. കട്ട് ഇഫ് റിക്വയർഡ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ദെൻ റിമൂവ് ദി സ്റ്റെം, സീഡ്, സ്കിന്ന് റിമൂവ് ചെയ്യണം, സ്റ്റെമ്മ് റിമൂവ് ചെയ്യണം. ദെൻ സീഡ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. റിമൂവ് എനി ഡീക്കേയിങ് പോർഷൻസ്, ഡീക്കേ ആയിട്ടുള്ള അതായത് കേടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാൻച്ച് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുട്ട് ദം ഇൻ ബോയിൽഡ് വാട്ടർ. ബോയിലിംഗ് വാട്ടറിൽ നമ്മളെ വെജിറ്റബിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് ഇട്ട് വയ്ക്കണം. ടൈം ഫോർ ബ്ലാൻച്ചിങ് വാരീസ് വിത്ത് ഹാർഡ്നെസ് ഓഫ് ഫ്രൂട്ട് ഓർ വെജിറ്റബിൾസ്. നമ്മുടെ ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും ഹാർഡ്നെസ് അനുസരിച്ചായിരിക്കും നമ്മൾ എത്ര സമയം അത് ബോയിലിംഗ് വാട്ടറിൽ ഇട്ട് വയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ദെൻ റിമൂവ് വെൻ ദ ഫുഡ് സോഫ്റ്റ്. ഫുഡ് സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പുറത്തേക്ക് എടുക്കണം.
ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എൻസൈം ആക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പം നമ്മളൊരു മാംഗോ ആണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോൻ്റെ അകത്തൊക്കെ എൻസൈംസ് ഉണ്ടാവും. ആ എൻസൈംസ് തമ്മിൽ കുറേ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഫുഡ് കേടാവും. അപ്പോൾ ഈ എൻസൈം ആക്ടിവിറ്റീനെ റിഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ put the vegetables in cold water containing salt and potassium metabisulfate. അപ്പം അടുത്ത സ്റ്റെപ്പ് ഇതാണ്. സോൾട്ടും പൊട്ടാസ്യം സൾഫേറ്റും ഉള്ള വാട്ടറിൽ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസിനെ ഇട്ട് വയ്ക്കും ഫോർ 5 to 10 minutes. ടൈം പറയുന്നുണ്ട് 5 to 10 minutes ആണ്. ദിസ് പ്രിവെൻറ്റ് ബ്ലാക്കനിങ് ഓഫ് ഫുഡ്സ്. ഫുഡിൻ്റെ ബ്ലാക്കനിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ നമ്മൾ എന്തായാലും ഈ സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കണം. സ്റ്റെപ്പ് 4 കഴിഞ്ഞു. ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് സ്പ്രെഡ് ഓൺ എ ക്ലീൻ ക്ലോത്ത് ഇൻ സൺ. സണ്ണിൽ നമ്മളൊരു ക്ലോത്ത് വിരിക്കുക. കവർ വിത്ത് തിൻ ക്ലോത്ത് ടു അവോയ്ഡ് ഡസ്റ്റ് ആൻഡ് ഫ്ലൈസ് ഗെറ്റിംഗ് ഇൻ ടു ദ ഫുഡിലേക്ക് എന്താ പറയുക, ഫ്ലൈസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു തിൻ കവർ വെച്ചിട്ട് കവർ ചെയ്യുക. തിൻ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുക കേട്ടോ. വെൻ ദ ഫുഡ് ഇസ് ഡ്രൈ, ഫുഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ കൂൾ ടു റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡ്രൈ ആയി മനസ്സിലാക്കുക? നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹാർഡായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡ്രൈ ആണെന്ന് മനസ്സിലാക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യും, റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യുക. കൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സ്റ്റോർ ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. നമ്മൾ നേരത്തെ ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ള ടിന്നല്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം. വെൻ യു വോണ്ട് ടു യൂസ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, വാഷ് ആൻഡ് സോക്ക് ഇൻ വാട്ടർ ഫോർ സം ടൈം. നമുക്ക് നമ്മളിത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യണം. വെജിറ്റബിൾസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, വാഷ് ചെയ്യുക, നമ്മുടെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലോവറിങ് ടെമ്പറേച്ചറാണ്. നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുക, അതായത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ വയ്ക്കില്ലേ, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത്. യൂസിങ് ലോ ടെമ്പറേച്ചർ ടു പ്രിസർവ് ഫുഡ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ലൂസ് മൈക്രോബിയൽ ആൻഡ് എൻസൈം ആക്ഷൻ. നമ്മൾ എന്തിനാണ് ലോ ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത്? അവിടെ മൈക്രോബ്സും അതുപോലെ എൻസൈം ആക്ഷനും ഒക്കെ കുറവായിരിക്കും. അപ്പം ഇതാണ് ഫ്രിഡ്ജിൽ ഉള്ള ഫുഡ് കേടാകാതിരിക്കാനുള്ള കാരണം. ദെൻ ദ ഫുഡ് ഈസ് ദിസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പോയിലേജ്. നമുക്ക് സ്പോയിലേജ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഏതൊക്കെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് 4 degree to 7 degree Celsius ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ 1 degree Celsius to 4 degree Celsius ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ ഫ്രീസിങ് എന്ന് പറയുന്നത് 18 degree Celsius ഓർ ബിലോ. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ദ ഡ്യൂറേഷൻ ഓഫ് വിച്ച് ഫുഡ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ യൂസിങ് ലോ ടെമ്പറേച്ചർ വാരീസ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഫുഡ് ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ എത്ര സമയം വയ്ക്കണം എന്നുള്ളത് എങ്ങനെയാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുഡിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫ്രീസിങ് ഓഫ് പീസ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പീസ് എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 1/2 kilogram ഫ്രഷ് ആയിട്ടുള്ള പീസ് എടുക്കുക. എന്നിട്ട് ടേക്ക് ഇനഫ് വാട്ടർ, എ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ ഇൻ വിച്ച് പീസ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ്. എന്നിട്ട് നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാൻ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ പീസിനെയൊക്കെ ഇട്ട് വയ്ക്കുക. ദെൻ അതിലോട്ട് 1 teaspoon സോൾട്ട് ഇടണം. ദെൻ 1/2 liter ഓഫ് വാട്ടർ ഇടണം. എന്നിട്ട് ഇതിനെ സോക്ക് ചെയ്ത് വയ്ക്കുക.
ഇത് സോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബോയിൽ ചെയ്യാൻ വെക്കാം. ദെൻ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ദ പീസ് ഇൻ ദ ബോയിലിംഗ് സൊല്യൂഷൻ ഫോർ 2 minutes. 2 മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, drain the piece immediately on the stainless steel sieve and let it cool for 10 to 15 minutes. ദെൻ നമ്മൾ കൂൾ ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മുടെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാക്ക് ചെയ്യണം. എങ്ങനെയാണ് പാക്ക് ചെയ്യുക, പോളിത്തീൻ ബാഗ്സിലാണ് പാക്ക് ചെയ്യുക. ദെൻ അപ്പോൾ നമ്മൾ പാക്കിൻ്റെ അകത്ത് എയറൊക്കെ ഉണ്ടായാൽ അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ എയറിനെ റിമൂവ് ചെയ്യണം. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാക്കറ്റ്സിനെ ഫ്രീസറിൻ്റെ അകത്ത് വെക്കണം. ഇതുപോലെ തന്നെ അങ്ങനെ നമുക്കത് സൂക്ഷിച്ച് വെക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, അതിനെയൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഫ്രോസൺ ഫോമിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലേ, ഇതിനി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ്. യൂസിങ് ഫ്രോസൺ വെജിറ്റബിൾസ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ടേക്ക് ഔട്ട് ദ ഫ്രോസൺ പാക്കറ്റ് ഫ്രം ദ ഫ്രീസർ 1 and a half hour or 2 hour ബിഫോർ യൂസ് ആൻഡ് ലെറ്റ് ഇറ്റ് തോ അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണം. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം, ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണം റൂം ടെമ്പറേച്ചറിൽ. എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യണം, ടാപ്പ് വാട്ടറിൻ്റെ താഴെ കാണിക്കണം കുറച്ച് മിനിറ്റ്സ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രോസൺ വെജിറ്റബിൾ ക്യാൻ ബി സ്റ്റോർഡ് അപ് ടു 6 months ഇൻ എ ഫ്രീസർ. ഒരു ഫ്രീസറിൽ നമുക്ക് 6 months വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. പ്രിക്കോഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, പാക്കിംഗ് മെറ്റീരിയൽ ദാറ്റ് ഈസ് പോളിത്തീൻ ബാഗ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു വിത്ത്സ്റ്റാൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫുഡ് ആൻഡ് മെറ്റീരിയൽ ഓൺ ഫ്രീസിങ്. അതായത് നമ്മൾ പോളിത്തീൻ ബാഗിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നമ്മൾ എയറൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. എക്സ്പാൻഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് വരുന്നത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. നമ്മളിപ്പം ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ടെമ്പറേച്ചറാണ്. ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ എൻസൈംസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആർ ഡിസ്ട്രോയിഡ് ആവും, എൻസൈംസും മൈക്രോ ഓർഗാനിസവും. ദെൻ ലീവിങ് ദ ഫുഡ് സേഫ് ഫ്രം സ്പോയിലേജ്. ദെൻ നമുക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം. There are some microorganisms which do not get destroyed at high temperature. If the organisms are not killed, they can spoil food items once the temperature is lowered. There are mainly 2 methods of preserving food by using high temperature. 2 methods ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറെക്കുറെ എല്ലാ ബാക്ടീരിയസിനെയും നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയും ബാക്ടീരിയസിൻ്റെ ആക്ടിവിറ്റിയൊക്കെ പ്രിവെൻ്റ് ആവും. പക്ഷേ നമ്മളത് പുറത്തെടുത്ത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് സ്പോയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 2 മെത്തേഡാണ് ഇൻക്രീസിങ് ടെമ്പറേച്ചറിലുള്ളത്. അതിലൊന്നാണ് പാസ്ചറൈസേഷൻ, ദെൻ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് നോക്കാം. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് പാക്കറ്റൊക്കെ കിട്ടുന്നില്ലേ നമുക്ക്, അതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫുഡിനെ ഹീറ്റ് ചെയ്യും, അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും, ദെൻ പെട്ടെന്ന് കൂൾ ചെയ്യും. അതായത് ഇൻ ദിസ് മെത്തേഡ് ഫുഡ് ഈസ് ഹീറ്റഡ് ടു എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദെൻ ക്വിക്ക്ലി കൂൾഡ്. The microorganisms are not able to withstand sudden change in temperature and are destroyed. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നല്ല ടെമ്പറേച്ചർ കൊടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൽ ആ സഡൻ ഫോളിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവർ ഡിസ്ട്രോയിഡ് ആവും എന്നാണ് പറയുന്നത്.
പക്ഷേ എന്നാലും അതിൽ കുറച്ച് ഓർഗാനിസംസ് സർവൈവ് ചെയ്ത് നിൽക്കും. ഇതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ മിൽക്ക് പാക്കറ്റ്സ്. ഓക്കെ, ദെൻ വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറിലൈസേഷൻ മീൻസ് ഫ്രീ ഫ്രം എനി ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത്. ഹൈ ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ് ഡിസ്ട്രോയ്സ് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻ ദ ഫുഡ്. ഓക്കെ, നമ്മുടെ ഫുഡിലെ ഓൾ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുള്ളാണ്. ദ ഫുഡ്സ് that are exposed to high temperature for longer time and in some cases under pressure. Okay, when pressure cooker is used to cook, the food lasts longer because most microorganisms are get destroyed. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ എന്താ പറയുക, നമുക്ക് ഒരു ചെറിയ സ്റ്റെറിലൈസേഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പം ഇതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പം 3 മെത്തേഡ്സ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. ദെൻ നമ്മൾ വരുന്ന 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് പ്രിസർവേറ്റീവ്സ് ആണ്. ദെൻ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ പോർഷനിൽ കുറച്ച് പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അതുപോലെ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു ഫുഡ് to make it last for a longer time is called preservatives. Preservatives എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ നെക്സ്റ്റ് എന്താണ്? അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്, ഷുഗർ ഓർ ആസിഡ് ഇൻ ഫുഡ് പ്രിവെൻറ്റ് ഇറ്റ്സ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മളിപ്പം ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്, അതുപോലെ ആസിഡ്സിൽ നമ്മളെ വിനെഗർ പോലുള്ള ഇതിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് കേടാകാതെ കുറേ കാലം നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സോൾട്ടും ഷുഗറും ആസിഡും ഒക്കെ എന്താണ്, പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് പ്രിസർവേറ്റീവ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ദെൻ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സോൾട്ട്, ഷുഗർ, ലെമൺ ജ്യൂസ്, വിനെഗർ, ഓയിൽ ആൻഡ് സ്പൈസസ് ആർ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ്. ഇതിൽ നമ്മൾ സോൾട്ട്, നമ്മൾ കോമൺലി വീട്ടിൽ സോൾട്ട്, ദെൻ ഷുഗർ, വിനെഗർ, ഓയിൽ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദെൻ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സിട്രിക് ആസിഡ് ആൻഡ് സോഡിയം ബെൻസോയേറ്റ് ആർ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അപ്പോൾ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്നത് ഇതാണ്: പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സിട്രിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, അതൊക്കെയാണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ സോൾട്ട് നോക്കുകയാണ്. നമ്മളിപ്പം വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്താണ്, സോൾട്ടാണ് നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ടേസ്റ്റും കൊടുക്കും, പക്ഷേ ഇതിനൊരു ഫങ്ഷൻ ഉണ്ട്. അതെന്താണ്? ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓസ്മോസിസ് ഉണ്ടാവും. ഓസ്മോസിസ് എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. എന്താ? വാട്ടർ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓസ്മോസിസ് ഉള്ളത് കാരണം എന്താ? നമ്മൾ എന്താണോ ഇപ്പോൾ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് പുറത്തോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ വെജിറ്റബിളോ ദെൻ ഫ്രൂട്ടോ എന്താണ് ഇട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വാട്ടർ ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് എന്താ പറയുക, തടസ്സപ്പെടും. അപ്പോൾ അത് സേഫായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുന്നത്. സോൾട്ട് ഓൾസോ റിഡ്യൂസ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി റിഡ്യൂസ് ചെയ്യും. അപ്പം ഫുഡ് സ്പോയിൽ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട്
ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എവിടേക്കാണ് പിക്കിൾസിൽ യൂസ് ചെയ്യും, ദെൻ ചട്നി, സോസ്, ക്യാൻഡ് ഫുഡ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഷുഗർ ഉണ്ട്. ഷുഗർ എന്താണ്, ഷുഗർ ഇസ് ആഡഡ് ടു ഫുഡ് ലൈക്ക് ജാംസ്, ജെല്ലീസ്. ജാംസും ജെല്ലീസും ഒക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്ക്വാഷ് പോലെയുള്ള സാധനങ്ങൾ, അതിലോട്ടൊക്കെ നമ്മൾ എന്തിനാണ്, ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ അതുകൂടാതെ പ്രിസർവേറ്റീവ് ആയിട്ട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് ഷുഗർ ഹാസ് ടു ബി കറക്റ്റ് ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം സ്പോയിലേജ്. നമ്മൾ സ്പോയിലേജ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ എന്താണ്, ദ ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അവൈലബിൾ ഇൻ ദ ഫുഡ് ഐറ്റം. ദിസ് റിസൾട്ട് ഇൻ ലെസ് വാട്ടർ ബീയിങ് അവൈലബിൾ ഫോർ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ഹെൻസ് ദ ഫുഡ് ബിക്കം സേഫ്. നേരത്തെ പോലെ തന്നെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ്സ് ആണ്. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ്, വിനെഗർ, സിട്രിക് ആസിഡ്, അങ്ങനെ കുറേ ആസിഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണ്, സോർ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്സ്. ദെൻ വിനെഗർ ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഒനിയൻ, ടൊമാറ്റോ. ഒനിയനും ടൊമാറ്റോ ഒക്കെ നമ്മൾ വിനെഗർ യൂസ് ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. ലെമൺ ജ്യൂസ് ഈസ് യൂസ്ഡ് ഇൻ പിക്കിൾസ്. സിട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ സ്ക്വാഷസ്. അപ്പം ആസിഡ് എന്താ, ഈ ആസിഡ്സ് ഇൻക്രീസ് ദ ആസിഡ് കണ്ടൻസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് ദിസ് പ്രിവെൻറ്റിങ് ദ ആക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ആസിഡ് കണ്ടൻറ്റ് ഉണ്ടാകുമ്പം എന്താ, മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ആക്ടിവിറ്റിയൊക്കെ കുറവായിരിക്കും. ദെൻ ഓയിൽസ് ആൻഡ് സ്പൈസസ് ഉണ്ട്. ഓയിൽസ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്സ് ഇൻ പിക്കിൾസ്. പിക്കിൾസിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് എന്താ, ഓയിൽസും സ്പൈസസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതും നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫുഡിനെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽസും സ്പൈസസും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതെന്താ, കേടാകാതെ കുറേ കാലം നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഓയിൽ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് കോണ്ടാക്റ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം വിത്ത് ഫുഡ്. ഹെൻസ് അത് കോണ്ടാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊട്ടക്റ്റീവ് കവർ പോലെ നമ്മുടെ പാർട്ടിക്കിൾ, നമ്മുടെ എന്ത് വെച്ചിട്ടാണോ നമ്മളിപ്പം പിക്കിളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഓയിലൊരു പ്രൊട്ടക്റ്റീവ് കവർ പോലെ നിൽക്കും. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാവില്ല. Then prevent contact of air with food. Hence microorganism cannot grow and spoil food. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്, പ്രിസർവേഷൻ, ഫുഡ് പ്രിസർവേഷൻ എന്നുള്ള ടോപ്പിക്ക് വരുന്നത്.